അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൽജിബ്ര മുതൽ അൽഗോരിതം വരെ രാഷ്ട്രീയ സാങ്കേതിക രംഗത്തെ ഇസ്ലാമിക സംഭാവനകൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഇസ്ലാമിൽ മനുഷ്യ ജീവിതത്തിൽ അറിവിന് വലിയ സ്ഥാനം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, ഇഖ്റഅ, നിങ്ങൾ വായിക്കുക എന്ന്. ഖുർആനിൽ പല സ്ഥലങ്ങളിലും പഠിക്കാനും ചിന്തിക്കാനും വലിയ പ്രേരണ നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അറിവുള്ളവനും അറിവില്ലാത്തവനും ഒരേ സ്ഥാനമാണോ എന്ന ചോദ്യത്തിന് പ്രസക്തി ആർജിക്കുന്നത്. അറിവുള്ളവനും അറിവില്ലാത്തവനും എങ്ങനെയാണ് ഒരു സ്ഥാനമുള്ളവനാവുക? അതുകൊണ്ടാണ് ഖുർആനിൽ തന്നെ വ്യക്തമാക്കി തരുന്നത്, ഇഖ്റഅ, നിങ്ങൾ വായിക്കുക എന്ന്. ഇത്രമാത്രം അറിവിനെ അല്ലെങ്കിൽ ഇത്രമാത്രം പഠനത്തെ ഇസ്ലാം മുന്നോട്ട് കൊണ്ടുവരുന്നതിന് കാരണം അത്രയേറെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് അറിവിന് എന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ അൽജിബ്രയെ എടുത്ത് നോക്കുകയാണെങ്കിൽ, അൽജിബ്ര ഗണിതശാസ്ത്രത്തിൻ്റെ ഒരു വലിയൊരു പ്രധാന ശാഖയാണ്. സംഖ്യകൾക്ക് പകരം അക്ഷരം എക്സ്, വൈ, എ, ബി മുതലായവ ഉപയോഗിക്കുന്നതിനെയാണ് അൽജിബ്ര എന്ന് പറയുന്നത്. അൽജിബ്ര എന്ന വാക്കിൻ്റെ ഉത്ഭവം അൽജബർ എന്ന അറബി പദത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഇങ്ങനെ തുടങ്ങി അൽജിബ്ര ഗണിതശാസ്ത്രത്തിൽ തന്നെ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. പണ്ട് കാലത്തിൽ തന്നെ അൽജിബ്ര മുതലാണ് വലിയ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളത്. ഇസ്ലാമിന്റെ സംഭാവനകൾ എടുത്തു നോക്കുകയാണെങ്കിൽ അൽ ഖാരിസ്മിയുടെ അൽ കിതാബ് അൽ മുഖ്തസർ ഫി ഹിസാബ് അൽ ജബർ വൽ മുഖാബല എന്ന ഗ്രന്ഥമാണ് അൽജിബ്രയെ ഏറ്റവും നോക്കിക്കാണാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നിട്ടുള്ളത്. ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ അൽജിബ്ര പണ്ട് കാലങ്ങളിൽ ഗണിതശാസ്ത്രത്തിൽ വലിയൊരു പങ്ക് വഹിച്ചൊരു മുതൽക്കൂട്ടാണ്. അൽഗോരിതം നാം എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു പ്രശ്നം പരിഹരിക്കാൻ ക്രമബദ്ധമായ ഘട്ടങ്ങളെ സമാഹരണമാണ് അൽഗോരിതം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഓരോ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമായി കൊണ്ടാണ് അൽഗോരിതം പണ്ട് കാലങ്ങളിൽ വന്നിട്ടുള്ളത്. കമ്പ്യൂട്ടറിന്റെ അടിസ്ഥാനം തുടങ്ങിയ മറ്റു ആവശ്യങ്ങൾക്കെല്ലാം അൽഗോരിതം പണ്ടുകാല ചരിത്ര നേതാക്കൾ അല്ലെങ്കിൽ പണ്ടുകാല സാങ്കേതിക വിദ്യ ഉണ്ടാക്കിയെടുക്കുന്ന പണ്ട് കാല ചരിത്രങ്ങളിൽ നമുക്ക് കാണാം. ദൈനംദിന ജീവിതത്തിന്റെ പ്രയോഗമാണ് അൽഗോരിതം ഉപയോഗിക്കാനുള്ളത്. ശാസ്ത്ര സാങ്കേതിക പുരോഗതിക്കും ഇസ്ലാമിക സംഭാവനക്ക് തെളിവും ഒരു വലിയൊരു ഇതിന് പ്രധാന ഘടകമാണ്. ഇങ്ങനെ തുടങ്ങി അൽജിബ്രയും അൽഗോരിതം മുതലായവ തുടങ്ങി നമ്മുടെ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഇസ്ലാമിന് വലിയൊരു പ്രചോദനം നൽകിയിട്ടുള്ള ഒരു രണ്ടു മുതൽക്കൂട്ടുകളാണ് അൽജിബ്ര, അൽഗോരിതം എന്ന്. ഈ സമയത്ത് എടുത്തു നോക്കുകയാണെങ്കിൽ മറ്റു സ്പെയിന് പോലുള്ള രാജ്യങ്ങളിൽ എത്രമാത്രം അൽജിബ്രയും അൽഗോരിതം തുടങ്ങിയ ഗണിതശാസ്ത്രങ്ങൾ വളർന്നു വന്നിട്ടുണ്ട്. ഈ പ്രതിസന്ധിയിൽ ഒരുപാട് പഴയകാല പ്രതിസന്ധികളിൽ അൽജിബ്രയും അൽഗോരിതമാണ് സ്പെയിനിൽ വലിയൊരു മാറ്റങ്ങൾക്ക് ഉത്ഭവം ഉണ്ടാക്കിയിട്ടുള്ളത്. അൽജിബ്ര, അൽഗോരിതം എന്നിവ രണ്ടും ഗണിതശാസ്ത്രത്തിൽ തന്നെ ഒരു വലിയൊരു പ്രചോദനമായി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സമൂഹത്തിൽ നാം അൽജിബ്രയും അൽഗോരിതം മുതലായവ വളരെ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഇങ്ങനെ ഗണിതശാസ്ത്രത്തിൽ ഓരോ കണക്കുകൾക്കും അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് പണ്ട് കാലങ്ങൾ തന്നെ അൽജിബ്രയും അൽഗോരിതവും മുതൽക്കൂട്ടാവുന്നത്. ഇസ്ലാമിന്റെ മറ്റു സംഭാവനകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഗണിതശാസ്ത്രം, വൈദ്യശാസ്ത്രം, ഭൗതികശാസ്ത്രം, രസതന്ത്രം, ജ്യോതിശാസ്ത്രം ഇങ്ങനെ തുടങ്ങിയ ഒട്ടനവധി ശാസ്ത്രങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുവന്നത് അൽജിബ്രയും അൽഗോരിതവും മുതലായവയാണ്. ഇവർ തന്നെ നോക്കുകയാണെങ്കിൽ ഇതുകളെല്ലാം സ്പെയിനിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ളതാണ്. സ്പെയിനിലെ വലിയ ശാസ്ത്ര സാങ്കേതിക രംഗത്തിൽ മുന്നോട്ട് കൊണ്ടുവന്നിരുന്ന വലിയ നേതാക്കന്മാരാണ് അൽജിബ്രയും അൽഗോരിതം മുതലായവ നമുക്ക് സംഭാവനകൾ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ തുടങ്ങി മറ്റു സമൂഹത്തിനും അൽജിബ്രയും അൽഗോരിതം തുടങ്ങിയവ മറ്റു സമൂഹത്തിന് വളരെ പ്രധാനമർഹിക്കുന്നുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.